ഒമാനിൽ മത്ര സ്ട്രീറ്റിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെ എന്നിട്ടാ പറയാ ഈ മത്ര സൂക്ക് എത്തും. മത്ര ചന്ത മാർക്കറ്റ് എന്നൊക്കെ ആണെങ്കിൽ പറയാം. ഇവിടുന്ന് കുറച്ച് പോവാണ്ട് അവിടെ എന്താ പറയുക ഒമാൻ്റെ ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു തരം ഷോപ്പാണ്. അവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. എന്താ നമ്മളങ്ങനെ ഏകദേശം മത്ര സൂക്കിനാണ് എത്താനായിട്ട്. അവിടെ ഒരു കോട്ട പോലത്തെ സാധനം കണ്ടത്. കോട്ട പോലത്തെ അതെന്ന് പറയണത് നമ്മൾ ഇവിടെ പോർച്ചുഗീസുകാരാണ് ഇവിടെ വന്നിട്ട് ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ അവരെ എന്താ പറയുക നോക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ റൂമിൻ്റെ ഭാഗത്തും ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഞാനിതിൻ്റെ കൊച്ചുപാട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് പോർച്ചുഗീസുകാരെ കാലത്ത് കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് പറയണത് ഈ പുകയിപ്പിക്കണ സാധനങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല കിട്ടും. കണ്ട ആ കാണുന്ന സംഭവമൊക്കെ ഇവർ കിട്ടിയിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ ഒരു പീരങ്ങി പോലത്തെ സാധനം കാണാൻ പറ്റും. കണ്ട അപ്പോൾ അത് എന്താ പറയുക ശത്രുക്കളെ നോക്കാൻ വാച്ച് ടവർ വരെ കിട്ടിയിട്ടുള്ളതാണ്. എത്രയിലാണത് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ അതിൽ പെട്ടാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണ സമയത്ത് പുകയിപ്പിക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ. സലാലയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. സലാല കണ്ടോ, ഇതൊക്കെ എന്താ പറയുക പുകയിപ്പിക്കുന്ന സാധനങ്ങളാണ്. പുകയിപ്പിക്കണ മറ്റേ കുന്തിരിക്കവും അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പുകയിപ്പിക്കണ മറ്റ് സാധനങ്ങളൊക്കെ. പിന്നെ അവിടെ വലിയ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതവിടുത്തെ പോലീസ് സ്റ്റേഷനാണ്. ഞാനിത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ മത്ര സൂക്കിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിലുള്ളത് മലയാളീസാണ്. മത്ര സൂക്കിയുടെ ബാഗ്, പിന്നെ കുറേ സാധനങ്ങളുണ്ട്. പെർഫ്യൂംസ്, ബാഗ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അതുണ്ട്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മലയാളീസാണ്. അപ്പോൾ മലയാളീസ് ഇവിടെ കൂടുതൽ കണ്ണൂക്കാർ, മലപ്പുറം ജില്ലയുടെ മുകളിലേക്കുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അധികവും. പിന്നെ ഇതുണ്ടാവും കുറേ കളിക്കണ സാധനങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ചാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ടുണ്ട്, കോർണിഷ് പറയാം അതിനെ. അപ്പോൾ കോർണിഷിക്ക് പോകുമ്പോൾ ഇവിടുന്ന് ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളാണ് ഉള്ളത്. ഉണ്ടാവും ഇതൊക്കെ എന്താ പറയുക കോർണേഴ്സിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഈ കോർണിഷിക്കുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പൊക്കോണ്ട് നിൽക്കുന്നത്. കുറച്ചുകൂടെ ഉള്ളു ഇവിടുന്ന്, കുറച്ച് പോകാനുള്ളൂ. മസ്കത്തിൻ്റെ കടത്തിട്ടാണ് വരണേ. ഡ്രീം ക്യാച്ചറൊക്കെ ഇരിക്കുന്നത് പറയുന്നുണ്ട്. ഇവിടെ കാണാനുണ്ട് കുറച്ച്. നമുക്ക് ഈ പടി കയറിയിട്ട് ആ വ്യൂ പോയിന്റിൽ അവിടെ പോയിട്ട് നോക്കാം ഇങ്ങനെ ഉണ്ടെന്നല്ലോ. കപ്പലും കാര്യങ്ങളായിട്ട് ഇരിക്കണണ്ട. ഇവിടെ ഒരു ഒമാനി പയ്യൻ നിൽക്കുന്നുണ്ട്. മൂപ്പരാണ്ട് ഫാമിലി ഉണ്ട് ഇവിടെ. പിന്നെന്താ ഒരു ഷിപ്പാണ് കാണാറുണ്ട്. നമ്മളങ്ങനെ കയറി നമ്മുടെ ട്രാഫിക്കിൽ ഗ്രീൻ സിഗ്നലൊക്കെ കത്തിക്കിടക്കണേ. അപ്പോൾ കടക്കാൻ പറ്റില്ല. കടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി അടിയിൽ പോകും. അപ്പോൾ നമ്മളെന്താക്കുക, വെയിറ്റ് ചെയ്യുക. വീണിട്ടുണ്ട്. അവിടെ നടക്കുന്ന ഒരാളെ ചിഹ്നം കണ്ട. അപ്പോൾ നമുക്ക് ഗ്രീൻ സിഗ്നലാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് ബാക്കി വരും. ക്ലിയർ ആയിട്ട് നമുക്ക് അടിയത്തെ മീനുകൾ നടക്കും കാണാം. നല്ലതാ പോണേ. ഒരു മീനിടെ പോയി കണ്ടതാ പോണേ. നല്ല അടിപൊളി വ്യൂവും നല്ല കുഴപ്പമില്ല കാണാനും. എന്താ പറയുക നൈസായിട്ടുള്ള രാജ്യമാണ്. പീസ്ഫുള്ളാണ് ഇവിടെ. സമാധാനമായിട്ട് കഴിയാം. നൈസ് രാജ്യം. നല്ല എന്താ പറയുക ഇവിടുത്തെ ഒമാനികളും കുഴപ്പമില്ല. എന്താ പറയുക നല്ല അവർക്ക് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സംഭവമല്ലേ കോട്ട പറഞ്ഞ പോലെ സാധനതാണ്. അവിടെ വിസിറ്റേഴ്സിന് ഇപ്പോൾ എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യം വരെ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. ഗോവനെന്ന് പണ്ടൊരു വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഫ്ലഡ് ഉണ്ടായ പോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒമാനി ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കടലാന കാണാൻ പറ്റുന്നുണ്ട്. എനിക്കിത് ഒരു കാണിച്ചു തന്നതാ കടലാമ. ഇതാണ് കടലാമ. അത് എനിക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് അറിയില്ല. ഇതാണ് കടലാമ. താങ്ക് യു. മാഷാ അല്ലാഹ്.
ഇതൊക്കെ ഇവിടുത്തെ ഒമാനിലെ പിള്ളേർ കാണിച്ചതാണ് കടലമ്മ. അവിടെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. പിന്നെ ഇതാ ഷിപ്പ് എടുക്കുന്നത്, ഇതാണ് ക്രൂയിസർ ഷിപ്പ് വരുന്നത്. ഇതാണ് ക്രൂയിസർ ഷിപ്പ്. പിന്നെന്താ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വ്ളോഗ് കൂടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി കാര്യങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം. അതുകൊണ്ട് ആ കോട്ട പോലത്തെ സാധനം നമ്മൾ സൂക്കിൻ്റെ അവിടെ നിന്ന് കണ്ട സംഭവമാണ് ഈ കാണുന്നത്. ആ കോട്ട പോലത്തെ അടിപൊളിയായിട്ടില്ലേ. എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്താ അതൊക്കെ അങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്, അതൊക്കെ കടലാട്ടത്, പുഴയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക.